നമസ്കാരം. യൂറോ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. 18-കാരൻ ഹെൻറി നൊവാക്കിനെ കൊലപ്പെടുത്തിയ കേസ് ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരായ രോഷമായി വഴിമാറുന്നു. സിഖുകാരൻ വിക്രം ദിഗ്വയാണ് വിദ്യാർത്ഥിയെ യാതൊരു കാരണവുമില്ലാതെ കുത്തിവീഴ്ത്തിയത്. സ്ഥലത്തെത്തിയ പോലീസിനോട് താൻ വംശവെറിക്ക് ഇരയായെന്ന് ദിഗ്വ പറഞ്ഞതോടെ കുത്തേറ്റ് ചോരവാർന്ന് കിടന്നവനെ അറസ്റ്റ് ചെയ്ത പോലീസ് ബുദ്ധിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ചോരവാർന്ന് കിടക്കുമ്പോഴും കയ്യാമം വച്ചതിനെ തുടർന്ന് ഹെൻറി നൊവാക്ക് വഴിയിൽ കിടന്ന് മരിച്ചതാണ് വിവാദത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ സിഖുകാർ ഉൾപ്പെടെ കുടിയേറ്റക്കാർക്ക് എതിരായ വിദ്വേഷമായി ഇത് വളരുമെന്ന ആശങ്കയാണുള്ളത്. ഇതിനിടെ കേസിൽ ആദ്യമായി ദിഗ്വയുടെ കുടുംബം പ്രതികരണവുമായി രംഗത്തെത്തി. കേസ് 2 കുടുംബങ്ങളെയാണ് നശിപ്പിച്ചതെന്ന് ദിഗ്വയുടെ മുത്തശ്ശി പ്രതികരിച്ചു. തങ്ങൾ പ്രതിഷേധങ്ങളെ ഭയന്നാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ഇവർ വെളിപ്പെടുത്തി. ചില കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒളിവിലാണ് കഴിയുന്നതെന്നും മുത്തശ്ശി ബിംബ്ല കൗർ പറയുന്നു. അടുത്ത കാലത്ത് വിമാനത്തിനുള്ളിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിമാനത്തിനുള്ളിൽ സഹയാത്രക്കാരുടെ മേൽ മൂത്രമൊഴിച്ചതും എയർ ഹോസ്റ്റസിനെ മർദ്ദിച്ചതും കോക്പിറ്റിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതും സഹയാത്രികയെ നോക്കി സ്വയംഭോഗം ചെയ്തതുമൊക്കെ വലിയ വാർത്തയായിരുന്നു. പലരും മദ്യലഹരിയിലായിരുന്നു അതിക്രമം. ഏതായാലും ഇനി രാജ്യാന്തര സർവീസുകളിൽ ഇഷ്ടം പോലെ മദ്യം ലഭിക്കില്ല. പരിധി ഏർപ്പെടുത്തുകയാണ് വിമാന കമ്പനികൾ. മദ്യലഹരിയിൽ വരുന്ന യാത്രക്കാരനാണെങ്കിൽ വിമാനത്തിൽ കയറാതെ വൺവേയിൽ വെച്ച് തന്നെ തടയാനാകും. ടിക്കറ്റ് തുക തിരിച്ചും കിട്ടില്ല. സഹയാത്രികനെ ചീത്ത വിളിച്ചാലും മോശമായി പെരുമാറിയാലും 3 മാസം വരെ വിമാനയാത്രയ്ക്ക് വിലക്കുണ്ടാകും. കയ്യേറ്റവും ലൈംഗിക അധിക്ഷേപവും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്താൽ 6 മാസം വരെയാണ് യാത്രാവിലക്ക്. വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് അതിക്രമിച്ചു കയറുകയോ സുരക്ഷാ ഉപകരണം കേടുവരുത്തുകയോ ജീവനക്കാരെ മാരകമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ 2 വർഷം മുതൽ ആജീവനാന്തം വരെ വിലക്കാൻ നിയമം അനുവദിക്കും. ഇനി സുരക്ഷിത യാത്ര ഉറപ്പാകും. വെള്ളമടിച്ച് വിമാനത്തിൽ അലമ്പുണ്ടാക്കുന്നവർ നോ ഫ്ലൈ പട്ടികയിലുമാകുമെന്ന് ചുരുക്കം. സന്തോഷകരമായ ഒരു പിക്നിക്, പക്ഷേ അത് ചെന്നവസാനിച്ചത് ഇന്ത്യൻ വംശജന്റെ ദാരുണ അന്ത്യത്തിൽ. കുടുംബസമേതം മിൽട്ടൺ കെയ്ൻസിലെ ന്യൂപോർട്ട് പാഗ്നലിൽ വിനോദയാത്രയ്ക്ക് എത്തിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിത്താണവരെ രക്ഷിക്കാനിറങ്ങിയ 28-കാരൻ ഋഷഭ് പട്ടേലിന്റെ ജീവനാണ് പൊലിഞ്ഞത്. വെള്ളത്തിൽ നിന്നും 2 പേരെ കരകയറ്റിയെങ്കിലും ഋഷഭ് മുങ്ങിത്താഴുകയായിരുന്നു. അഹമ്മദാബാദിൽ നിന്നുള്ള ഋഷഭ് ഭാര്യ മിലിക്കും 18 മാസം പ്രായമായ മകൾക്കുമൊപ്പമാണ് പിക്നിക്കിന് ഇറങ്ങിയത്. എന്നാൽ 2 ജീവൻ അപകടത്തിലായെന്ന് കണ്ട് സ്വന്തം ജീവൻ പോലും മറന്നാണ് ഋഷഭ് പ്രവർത്തിച്ചത്. എന്തായാലും മരണശേഷവും ഋഷഭ് ഹീറോയായി തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ അവയവങ്ങൾ 6ഓളം പേർക്കാണ് പുതുജീവൻ സമ്മാനിച്ചിരിക്കുന്നത്. അകാലത്തിൽ പൊഴിഞ്ഞ ഋഷഭിന്റെ ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ആരംഭിച്ച ഫണ്ട് റേസിംഗ് ഏകദേശം 26,000 പൗണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. കലയുടെ മാമാങ്കത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. UK-യിലെ മലയാളി കലാസ്വാദകർ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന മഴവിൽ സംഗീതം മെഗാ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റ് ജൂൺ 13-ന് ബോൺമൗത്തിലെ ബാരിങ്ടൺ തിയേറ്ററിൽ അരങ്ങേറും. മഴവിൽ സംഗീതത്തിന്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ മെഗാ ഇവന്റ് സംഗീത നൃത്തവിസ്മയം ഒരുക്കുന്ന വേദിയാകും. കഴിഞ്ഞ 12 വർഷങ്ങളായി UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ കലാകാരന്മാരെ അണിനിരത്തി സംഗീത നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന മഴവിൽ സംഗീതം ഇക്കുറിയും പുതുമകൾ സമ്മാനിക്കുമെന്നുറപ്പാണ്. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ സന്തോഷ് നമ്പ്യാർ നയിക്കുന്ന വോക്സ് ആഞ്ചലെ ടീമിന്റെ ഗാനമേളയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. പ്രമുഖ ഡാൻസ് ഗ്രൂപ്പുകളുടെ നിറപ്പകിട്ടാർന്ന നൃത്താവിഷ്കാരങ്ങളും പരിപാടിയുടെ മാറ്റുകൂട്ടും. മട്ടാഞ്ചേരി കാറ്ററേഴ്സ് ഒരുക്കുന്ന ഫുഡ് സ്റ്റാളും പരിപാടിയുടെ മറ്റൊരു പ്രധാന ആകർഷണമായിരിക്കും. ജൂൺ 13 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പരിപാടി ആരംഭിക്കും. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. പരിപാടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കോർഡിനേറ്റർമാരായ അനീഷ് ജോർജിനെയും ഷിനു സിറിയക്കിനെയും ബന്ധപ്പെടേണ്ടതാണ്. യൂറോ മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.